എന്തിനാ ടീച്ചറെ വിളിച്ചത്? ഞങ്ങൾ വിളിച്ചപ്പോ ഡ്രൈവിംഗിലേ. ഓക്കെ. പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ്, യൂണിഫോം, ബെൽറ്റ്, വാട്ടർ ബോട്ടിൽ, ബോക്സ് അതെല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങണം കേട്ടോ. അപ്പൊ പഠിപ്പോ? അതിന് നിങ്ങൾ ട്യൂഷൻ വെച്ചാൽ മതി. സംഭവം ഹാസ്യമായി നിർമ്മിച്ച ഒരു വീഡിയോ ആണ്. അതേസമയം ഇതിൽ പറയുന്ന കണ്ടന്റ് വളരെ യാഥാർത്ഥ്യമാണ് എന്നത് നിഷേധിക്കാൻ പറ്റില്ല. ഒന്നാമതായി അദ്ദേഹം അവസാനം ചോദിക്കുന്നുണ്ട്, അപ്പൊ പഠിപ്പ് എവിടെ നിന്നാ ലഭിക്കുക എന്നത്. ട്യൂഷൻ സെന്ററിൽ നിന്നാണെന്ന് ടീച്ചർ മറുപടി പറയാം. കുറച്ചു മുമ്പ് മലയാള പത്രങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. 8ലും 9ലും 10ലും ഒന്നും പഠിക്കുന്ന പല കുട്ടികൾക്കും മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നില്ല എന്നത്. എന്നാലോ A+കളുടെ നിരയാണ് ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. ഇനി ഫുൾ A+ കിട്ടാത്ത കുട്ടികൾക്കും 1-2 വിഷയത്തിലൊഴികെ ബാക്കിയൊക്കെ A+ ആണ്. ഇങ്ങനെ കുട്ടികളെ മുഴുവനും പ്രൊമോഷൻ കൊടുത്ത് ഇങ്ങനെ കയറ്റിവിടുന്നത് കൊണ്ട് സ്വന്തം മാതൃഭാഷ പോലും എഴുതാനും വായിക്കാനും അറിയാത്ത കുറെ കുട്ടികൾ ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. അധ്യാപകന്മാർ പറയുന്നുണ്ട്, ഒന്നും കർക്കശമായിട്ട് പറയാൻ പറ്റുന്നില്ല, ഒന്നും നോക്കാൻ പോലും പറ്റുന്നില്ല, അടിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന അധ്വാനങ്ങൾ എത്രയാണ്? LKG കുട്ടി ആ കുട്ടിയേക്കാൾ ഭാരമുള്ള വലിയ ബാഗും വലിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. എന്നിട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ ചെലവഴിക്കും. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാലോ പിന്നെ നേരെ ട്യൂഷൻ സെന്ററിലേക്ക് പോവുകയാണ്. അവിടെ ഒരു 8-9 മണി വരെ ചെലവഴിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ആയാൽ വീണ്ടും സ്കൂളിലേക്ക് പോകുന്നു. ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുകയാണ്. ഈ കുട്ടിക്ക് ഒരു റീഫ്രഷ്മെന്റ് ഇല്ല, ഒരു റിലാക്സിന് സമയം കിട്ടുന്നില്ല. ഒരു 9ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെയൊക്കെ എന്തിനാണ് ട്യൂഷൻ കൊടുക്കുന്നത്? അപ്പോൾ ഇവർ സ്കൂളിൽ വെച്ച് എന്താ പഠിക്കുന്നത്? അതിന് മാത്രം പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ 1ാം ക്ലാസ്സിലുണ്ടോ, 2ാം ക്ലാസ്സിലുണ്ടോ? ആ കുട്ടിക്കൊക്കെ അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ പോരെ? വൈകുന്നേരമായാൽ ഉമ്മമാരുടെ ഫോണിലേക്ക് മെസ്സേജാണ്, നാളെ വരുമ്പോൾ ഇന്ന മരം വരക്കണം, ചാർട്ട് പേപ്പർ വെട്ടിയെടുത്ത് ഇങ്ങനെ ഒട്ടിക്കണം. ഇതൊക്കെ ചെയ്യേണ്ട പണിയാർക്കാ? ഉമ്മക്കാണ്. കുട്ടിയൊന്നും അറിയുന്നില്ല. 2-3 കുട്ടികളുള്ള വീടാണെങ്കിൽ ആ ഉമ്മക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അത്രയും വർക്കാണ്. ഇങ്ങനെ ധാരാളം വൃഥാവിലായ അധ്വാനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് പഠനം ഇന്ന് നടക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. 1ലും 2ലും 3ലും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ട്യൂഷൻ കൊടുക്കുന്ന ഈ സമ്പ്രദായം വർദ്ധിച്ചു വരികയാണ്. അത് നിർത്തലാക്കാൻ വേണ്ടി കർശനമായ നിയന്ത്രണം കൊണ്ടുവരണം. 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ ഒരുപക്ഷെ ട്യൂഷൻ ആവശ്യമായിരിക്കാം. അതേസമയം ഇത് അതിന് മുമ്പ് തന്നെ കുട്ടികളിട്ട് പീഡിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അത് നിർത്തൽ ചെയ്യണം. നമ്മുടെ സർക്കാർ സ്കൂളുകളായാലും അല്ലാത്ത സ്കൂളുകളായാലും എല്ലാം കൂടുതൽ സമയം കുട്ടികളെ സ്കൂളിൽ പിടിച്ചു നിർത്തുന്നതിന് പകരം ഉള്ള സമയങ്ങളിൽ വളരെ ക്യാപ്സൂളുകളാക്കിയിട്ട് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നാണ്